നിരകളാടുന്നൊരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം, കായലലകൾ പുൽകും തണുവലിയുമീറൻ കാറ്റിൽ ഇളഞ്ഞാറിൻ നിലയാടും കുളിരുലാവും നാട്, നിറപൊലിയേകാമെന്നരിയ നേരിനാ പുതുവിള നേരുന്നോരിനിയ നാടിതാ പാടാ. കുട്ടനാടിൻ നീളം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം. കണ്ണോടു കരിയുടും മണ്ണുതിരും മണമോ, പെണ്ണിനു വിയർപ്പാലേ മധുമണമോ, ഞാറ്റോല പച്ചവള പൊന്നും ചെളിക്കൊലുസ്, പെണ്ണിവൾ കളമാറ്റും കളമൊഴിയാൾ, കൊച്ചികൾ പകൽ നീളെ കിനാ കാണും, ഒട്ടിടും അനുരാഗക്കരൾ പോലെ, മണ്ണിനും ഇവൾ പോലെ മനം തുടിക്കും പാടാ. കുട്ടനാടിൻ നീണം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേ. ആദ്യമായിട്ട് പ്രതിജ്ഞ, ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എന്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും. ഞാൻ എന്റെ രാജ്യത്തിന്റെ സംഘടനയ്ക്കും ജനങ്ങളുടെ ഐശ്വര്യത്തിനും ക്ഷേമത്തിനും വേണ്ടി പ്രയത്നിക്കും. ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്. Attendance class monitor.
അറ്റൻഡൻസ് പറയുകയാണ്. ഞാൻ ഓർഡറിലാണ് എഴുതിയിരിക്കുന്നത്. അനില ഷിബു, അനില ഗോപാലകൃഷ്ണൻ, ബിന്ദു തമ്പി, റേച്ചൽ തോമസ്, അബു വർഗീസ്, പ്രസന്റ്, അനിൽ കുമാർ, ബിജു ഡേവിഡ്, ബിജു സാമുവൽ, ബിനു ഫിലിപ്പ്, ബിൽ കുമാർ, ജോജി സക്കറിയ, ജേക്കബ് കുരുവിള, ഗോപാലകൃഷ്ണൻ, ജേക്കബ് ജോർജ്, ജയരാജ് എൻ, റെജി ജോൺ തോമസ്, രാജേഷ് കുമാർ പി, സന്തോഷ് പി വി, സതീഷ് കുമാർ കെ പി, ഷാജി വർഗീസ്, ഷിബു എബ്രഹാം മാരൻ, സുനിൽ വർഗീസ്, സുനിൽ എംഎസ്, സന്തോഷ് വർഗീസ്, സുരേഷ് മത്തായി വർഗീസ്, സുനിൽ എംഎസ്, വേണുജി, വിൻസെന്റ് ജോസഫ്, വിനോദ് കുമാർ വി, What is the strength? Can you just take a quick number 1? 1. 1. 3, 4. 5, 6, 7, 8, 9, 11, 14, 15, 16. 26 plus what is it? Santosh. Next more than that. Varathavaru. I think I should. Okay, let's start this officially. Okay. Class monitor responsibility ആണ് ആരെങ്കിലും സംസാരിക്കുന്നുണ്ട് അവരുടെ പേര് എഴുതി ടീച്ചറിനെ കൊടുത്താൽ ടീച്ചർക്ക് മിണ്ടുന്നു. Okay, that reminds me, I think we should have a moment of silence for the teachers who are not with us, who has passed away, who are not able to keep it like Achananu sir and Justin Achano or Prayamaya varan pattathilla, and our colleagues, our classmates who are not with us anymore. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഫിലിപ്പ് ജോർജ്, ശ്രീനി ആൻഡ് ഷിബു വർഗീസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ കുറവാണ്. ഷിബു വർഗീസ് ഞങ്ങളുടെ കൂടെ ബോർഡിങ്ങിലായിരുന്നു. I still remember അവന്റെ റോൾ നമ്പർ ബോർഡിങ്ങിൽ 77, എൻ്റെ 81 ആയിരുന്നു. ആൻഡ് ഞങ്ങൾ അവനെ ആചാര്യനെ വിളിച്ചുകൊണ്ടിരുന്നത്. രാജേഷ് പറയുന്നത് വളരെ പക്വതയുള്ള ഒരു മനുഷ്യനായിരുന്നു. He was the first one to pass away. He passed away, according to Suresh Matai, 11 or 12 years ago. He tried getting some. Did you get the picture? Do you have a picture of this? Yeah, I think he's got a picture of this. And we've tried to manage some pictures of them for us to, recollect their faces. I think we should have stand up and have a moment of silence for all those who are not physically be able to keep our hands. Thank you. Okay, I think we are going into a English medium or English medium. Okay. I have a request. നീ അവനെ തിരിച്ച് പ്ലാസ്റ്റർ അല്ല, നീ അവനെ തിരിച്ച് പ്ലാസ്റ്റർ എന്ന് വിളിച്ചാൽ മതി. ഓക്കെ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. വളരെ നാടൻ ഭാഷ പറഞ്ഞ ആറ്റ് നോറ്റിരുന്നാണ് നമ്മളിതെല്ലാം കൂടിയിരിക്കുന്നത്. അതിന് പറയുന്ന ഒത്തിരി യത്നങ്ങളുണ്ട്, ഒത്തിരി ഐ കം ടു ഓൾ ദാറ്റ്. ബട്ട് ഐ തിങ്ക്
I request you to keep your phones on silent mode. Okay? Ideally, I should have told you in advance to tell your dear and loved ones that you can expect silence from you for the next few hours. അപ്പം എല്ലാവർക്കും അറിയാവുന്നു, നിങ്ങളെല്ലാം ആവശ്യത്തിന് ഇതിനെക്കുറിച്ച് വീടുകളിൽ സംസാരിച്ചിട്ടുണ്ട്, എക്സൈറ്റഡ് ആണ്, അല്ലാത്തവരാരും ഇവിടെ ഉണ്ടാവില്ല. സോ ഐ എം ഷുവർ എല്ലാവരും മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരിക്കും അങ്ങനെ ഇന്നടത്ത് പോവുകയാണെന്ന്. അതുകൊണ്ട് എല്ലാവർക്കും അറിയാം. സോ നത്തിങ് പറയുക. താങ്ക് യു വെരി മച്ച്. Let's go on with the self-introduction. Now the self-introduction, you can take up to 3 minutes because we are late. നമുക്കൊരു 12 മണി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഇൻട്രൊഡക്ഷൻ സെഷനും ബോണ്ടിങ് സെഷനും വൈൻഡ് അപ്പ് ചെയ്യണം. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ടു ബി കവേർഡ്. നിങ്ങളുടെ പേര് ഇനിയും പറയേണ്ട ആവശ്യമൊന്നുമില്ല, പറഞ്ഞോളൂ, കുഴപ്പമില്ല. പേര്, സെക്കൻഡ്, നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ കുടുംബമുണ്ടോ, നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ സംക്ഷിപ്തമായി, ചുരുക്കമായി, വ്യക്തമായും സ്ഫുടമായും പറയുക. അവരവരുടെ സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് എന്ന് പറയുക. സമയം പരിമിതമാണ്, അതിന് എല്ലാവർക്കും ചാൻസ് കിട്ടുന്നതാണ്. എല്ലാവർക്കും മനസ്സിലായി കാണുന്നു വിശ്വസിക്കുന്നു. ഉപജീവനത്തിനായിട്ട് ഇങ്ങനെ കറങ്ങി ഖത്തറിന്റെ പ്രദേശത്തായിരുന്നു. അവിടുന്ന് ഇപ്പൊ ന്യൂയോർക്കില്ല. എനിക്ക് ഒരു ഭാര്യ, പ്രത്യേകിച്ച് ജോലിയില്ല, ഇങ്ങനെ ചെറിയ തട്ടിമുട്ട് ബിസിനസ് ഒക്കെ തട്ടിമുട്ട് പരിപാടിയൊക്കെ ആയിട്ട് പോകണം, ജീവിക്കും. പേരൻസ് 2 പേരും ഉണ്ട്. അവര് ഖത്തറില്ല, അപ്പൊ അവര് വന്നിട്ടുണ്ട്. 2 സിസ്റ്റേഴ്സ് ഉണ്ട്. അതിൽ 2 പേരും മാരീഡ്. അമേരിക്ക ഞാനും കൊടുക്കും. പേര് പറഞ്ഞാൽ ബോറടിക്കുന്നില്ല. ഡിഗ്രി MSM കോളേജ് വിദ്യാർത്ഥികളുണ്ടായിട്ടുണ്ട്. അന്ന് സത്യസന്ധമായി പറഞ്ഞാല് LLB പോകുന്നത് തന്നെ ഒരു രാഷ്ട്രീയക്കാരനാകാനായിരുന്നു, മുഴുവൻ രാഷ്ട്രീയക്കാരൻ. പക്ഷെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും നമ്മളെ ആ തരത്തിലേക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞില്ല സാഹചര്യം. ഇപ്പോൾ എല്ലാവരും പോകുന്ന സമയം പറഞ്ഞിട്ടുണ്ട്, ഏകാതെ പലരും മാവോയിസ്റ്റുണ്ട്. കേരളത്തിലെ മാവോയിസ്റ്റ് വക്കീലാണ്, ഹൈക്കോടതിയിലുണ്ട്, മാവേലിക്ക സെഷൻസ് കോടതിയിലുണ്ട്, പ്രാക്ടീസ് ചെയ്യാൻ. പിന്നെ ജീവിതത്തിലൊരു ട്രാജഡി ഉണ്ടായി. നിങ്ങൾക്ക് അറിയാതെ എന്റെ വൈകിട്ട് 10 വർഷം മുമ്പ് മരിച്ചു ഒരു ആക്സിഡന്റ്. ഒരു മോള്, അവർക്ക് 11 വയസ്സായി, അവർ സ്കൂളിൽ 6ാം ക്ലാസ് എത്തിയിരുന്നു. പിന്നെ ഇങ്ങനെയൊക്കെ പോകുന്നു. മോള് കുണ്ട്ര ട്രിനിറ്റി ലൈഫ് സ്കൂളിലാണ്. ഇതാണ് ലൈഫ്. വേറെ കാര്യങ്ങളൊന്നുമില്ല. സാമൂഹിക സംസ്കാര രംഗത്ത് മുൻപ് നിൽപ്പുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് കുറച്ചു കാലം ബോംബെയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത് 10 വർഷം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 3.5 വർഷം സൗദിയിലായിരുന്നു. ഇപ്പോൾ പ്രസന്റ്ലി ഡിസംബറിന് ശേഷം വന്ന് തിരിച്ചെത്തി. ഏപ്രിലായപ്പോൾ റിലയൻസ് കമ്മ്യൂണിക്കേഷൻ്റെ പ്രീപെയ്ഡിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കിട്ടി വോച്ചർ സെക്ടറിലേക്ക്. അതുമായിട്ട് പ്രീപെയ്ഡായിട്ട് പേടിക്കണം, പോസ്റ്റ് പെയ്ഡാണെങ്കിൽ പേടിക്കുന്നത്. എൻ്റെ വൈഫ് ടീച്ചറാണ്, മകളുണ്ട്, 9th-ലാണ്. ഞാൻ സെറ്റിൽ ആയിരിക്കുന്നത് ബാംഗ്ലൂർ. അമ്മ മരിച്ചു, ഫാദർ ഇപ്പോഴുണ്ട്. ഒരു ബ്രദറുണ്ട്. 2 ബ്രദേഴ്സ് ആയിരുന്നു. 2പേരും വൊക്കേഷണൽ സ്റ്റുഡൻസ് ആയിരുന്നു. അതിൽ ഏറ്റവും ഇളയ ആൾ അൺഫോർച്ചുനേറ്റ്ലി 23rd ഇയറിൽ രാജസ്ഥാൻ വെച്ചിട്ട് ഒരു ആക്സിഡൻറ്റ് മരിച്ചു. പിന്നെ എൻ്റെ ബ്രദർ കൊടുത്ത്
Any more questions? Okay, thank you. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഇവിടെ വന്ന് എല്ലാവരോട് കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ ഇവിടുന്ന് പോയി മാർഗാനസ് കോളേജ് പ്രീ ഡിഗ്രി, അത് കഴിഞ്ഞ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് വന്ന ഡിഗ്രി കഴിഞ്ഞു. പിന്നെ ഞാനൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പറായി കുറച്ച് നാൾ എറണാകുളത്ത് വർക്ക് ചെയ്തു. പിന്നെ ഞാൻ കുവൈറ്റ് ബഹ്റൈൻ കുറച്ച് നാൾ പോയി അവിടെ ഞാൻ കണ്ടു വർക്കും ചെയ്തു. അത് കഴിഞ്ഞ് US പോയി 7 വർഷം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മടുത്തു. ഞാൻ റിട്ടയർ ചെയ്തു. എറണാകുളത്ത് വന്ന് താമസിക്കാൻ തുടങ്ങി. ഞാൻ പെന്തിക്കോസ് അല്ല, അതെന്തൊരു അത് നിലച്ചോണ്ടേ എനിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കൊണ്ടുണ്ടാക്കും. അപ്പം പിന്നെ ഇതൊക്കെ കളഞ്ഞു. പിന്നെ അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് അതെ അതെ. അപ്പൊ ഞാൻ എറണാകുളത്ത് താമസിക്കുകയാണ്. പിന്നെ അപ്പം എൻജോയിങ് ലൈഫ്, സ്റ്റിൽ ഗോയിങ് സ്റ്റഡി അല്ല എന്നാലും ബാച്ചിലർ, സ്റ്റിൽ എ ബാച്ചിലർ. എന്തുകൊണ്ട് ചോദിക്കാനായിട്ട് നല്ല ചോദ്യമല്ലേ? ബാക്കി ചെയ്തെടുത്തൊന്ന് പുഷ് ചെയ്യാൻ പറ്റി. ബാക്കി പ്രോഗ്രസ് ഒക്കെ ആയിരുന്നു. സമയം കിട്ടിയില്ല. remind you, in case നമുക്ക് there are a lot of things, അതായത് പഴയ ഓർമ്മകൾ എന്തെങ്കിലും ക്ലാസ്സുകളിലെ ഓർമ്മകളോ എന്തെങ്കിലും പറയാനുള്ളതെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ ജേക്കബിനെ സംസാരിക്കുന്നുണ്ട്, നമ്മൾ ഈ വരതമനെ ഒരു കളം വരച്ചു കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നെങ്കിൽ നമുക്കത് പറയാം. ഞാനിവിടെ 9 മാത്രമേ ഉണ്ടായിരുന്നു. ആക്ച്വലി ഐ came in between. നിങ്ങൾ ഓൾറെഡി ഒരു ഗ്രൂപ്പിനകത്തോട്ട് ഞാൻ വന്നത് 2 വർഷം. 2 വർഷം കാരണം ഐ റിയലി എൻജോയ്. ഐ ഹാഡ് സം എൻ്റെ ഇവിടെ വരുന്നതിന് മുമ്പുള്ള അറിയാവുന്നതുമായിരുന്ന ഒരു വ്യക്തി ഫിലിപ്പായിരുന്നു. കാരണം എൻ്റെ ഫാദർ ഫിലിപ്പിനെ പഠിപ്പിച്ചതാണ്, ശ്രീനിയെ പഠിപ്പിച്ചതാണ്. എനിക്ക് വിൻസെന്റിനെ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ചേർന്നപ്പെട്ട ഫാദർ ഉണ്ട്, അതുപോലെ ഫിലിപ്പ് ഉണ്ട്. അതിന് മുതലേ അറിയാവുന്ന ഒരു വ്യക്തി ഇവിടുന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ കൊട്ടാരക്കരയ്ക്ക് തിരിച്ചു പോയി. പ്രീ ഡിഗ്രി അവിടെ പഠിച്ചു. പിന്നെ മാറി യൂണിവേഴ്സിറ്റിയിൽ 1 വർഷം ഡിഗ്രിക്ക് പോയി. അവിടെ നിന്ന് കോയമ്പത്തൂർ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയി. 91 കഴിഞ്ഞിട്ട് അവിടെ 3 വർഷം വർക്ക് ചെയ്തു. പിന്നെ 94-95 കുവൈറ്റിൽ പോയി. 2 കമ്പനി മാറി. 2000 മുതൽ ഒരു കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്തു. ഇപ്പോൾ അതിൻ്റെ ടെക്നിക്കൽ മാനേജറായിട്ട് ഇനി മാറാൻ പറ്റത്തില്ല, തീർന്നു. എൻ്റെ വൈഫ് ഹേമ, ഷീസ് ഫ്രം പോണ്ടിച്ചേരി, ഡെന്റിസ്റ്റാണ്. അവിടെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. 2 ആൺമക്കൾ, നിഖിൽ, തരുൺ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു, 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പേരൻസ് 2 പേരും ഉണ്ട്. എൻ്റെ ഫാദർ ഇങ്ങോട്ട് വരാൻ നേരത്തെ എന്നോട് പറഞ്ഞായിരുന്നു, ആരെങ്കിലും തിരക്കുവാണെങ്കിൽ അവരോട് തിരിച്ച് അന്വേഷണം പറയണം. വിൻസെന്റ് വന്നുകൊണ്ട് എന്നോട് ചോദിച്ചു ഫാദർ സുഖമായിരിക്കുന്നു. വിൻസെന്റ് പറഞ്ഞു അന്വേഷണം തിരിച്ചു.
ഫാദറും സുഖമായിരിക്കുന്നു. ഒരു ബ്രദറൊക്കെ ഈസ് ഓൾസോ ഇൻ കുവൈറ്റ്, വൈഫ് അവിടെ വർക്ക് ചെയ്യുന്നു. സിസ്റ്റർ ദുബായിലായിരുന്നു, അവർ റീസെൻ്റ്ലി മൈഗ്രേറ്റഡ് ടു US. അവർ ഫാമിലി എല്ലാം സുഖമായിരിക്കുന്നു. ഇതൊരു ഭയങ്കര സന്തോഷവും എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ചോക്കിംഗ് ആണ്. ഒന്നും അങ്ങോട്ട് പുറത്ത് വരുന്നത് എല്ലാവരും കൂടെ കണ്ടിട്ട് ഒന്നാമത് ആ സ്കാനിങ് കറക്റ്റാണ്. പഴയ സ്കാൻ നീ ഇപ്പോഴും ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ബിജു സാമുവൽ. എൻ്റെ പേര് ബിജു സാമുവൽ. ഇവിടുത്തെ ഇത് കഴിഞ്ഞിട്ട് 2 വർഷം ഡിഗ്രിക്ക് മാനേജ്മെന്റ് കോളേജ് ട്രാൻഡ്രം അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. അത് കഴിഞ്ഞ് ദുബായിൽ 6 മാസം ഉണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ കുവൈറ്റിൽ പോയി. ഇപ്പോഴും സ്റ്റേറ്റ് കുവൈറ്റിലാണ്. കുടുംബം, വൈഫ് പേര് ഷേർലി, ഒരു മകളുണ്ട്, 11th സ്റ്റാൻഡേർഡ് പഠിക്കുന്നു, കാത്രിൻ വിസ്മയ. വൈഫ് ടീച്ചറാണ്, ഭാരതീയ വിദ്യാ ഗവൺമെൻറ് സ്കൂൾ കുവൈറ്റിൽ. അവരെല്ലാവരും ഇവിടെ നാട്ടിൽ വരും. എനിക്ക് 2 ബ്രദേഴ്സ്. എൻ്റെ സെക്കൻഡ് ബ്രദർ ബോബി, അവൻ US-ലാണ്. മൂന്നാമത്തെ ബ്രദർ രഞ്ജി, അവൻ UK-ലാണ്. പേരൻസിന് 2 പേരുമുണ്ട്. അവരിപ്പം US-ൽ എൻ്റെ രണ്ടാമത്തെ ബ്രദറിൻ്റെ കൂടെ വിസിറ്റിന് പോയിരിക്കുന്നു. US-ൽ ഫ്ലോറിഡ. പിന്നെ ഇതിനൊരു സ്പിരിറ്റ് വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് 2 മാസം കൊണ്ട് വന്നത്. എല്ലാവരും കാണാം, ആ റിലേഷൻഷിപ്പ് ബോണ്ട് നമുക്ക് കീപ്പപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. വളരെ കണ്ടത് സന്തോഷം. ഇനി നമുക്ക് തുടരണം എന്ന് ആഗ്രഹിക്കുന്നു. അപ്പം അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് മോർണിംഗ്. സന്തോഷ് ബിബി. എൻ്റെ പേര് സന്തോഷ് പ്രസാദ്. എന്നെ സംബന്ധിച്ചോളം ഒരു മെയിൻറ്റെയിനറായിരുന്നു. സോറി, ഞാൻ 9th സ്റ്റാൻഡേർഡ് വരെ ഉള്ളായിരുന്നു. 9th നിന്ന് പിന്നെ 85-ലാണ് ഞാൻ 10th പാസ്സായത്. അപ്പം അതിനുശേഷം pre-degree MSc college. After that, I went to Bombay, St. Xavier's-ലായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ ബിസിനസ്സിലേക്ക് വരുന്നത്. I was working almost 9 years there. Then I moved to Bangalore and I started my own business. Family, wife, 2 കുട്ടികൾ. ബിസിനസ് ആണ് അത് സിസ്റ്റം ഇന്റഗ്രേഷൻ ബിസിനസ് ആണ്. We are into what we call total equipment solution. Wireless. Land and wireless system. IT ആയിട്ട് ബന്ധപ്പെട്ടുള്ള ബിസിനസ് ആണ് ചെയ്യുന്നത്. കുട്ടികൾ 2 പേര്